ഹേ ഒരു വൺ സോ ഞങ്ങൾക്ക് ഇന്നൊരു ഫീൽഡ് വിസിറ്റ് ആണ്. ആൻഡ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫീൽഡ് വിസിറ്റിന് പോയത് നിപ്മെഡിലാണ്. നിപ്മെഡിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. സോ ഇതിലുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ പോകുന്നതും നിപ്മെഡിനെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിപ്മെഡിനെ കുറിച്ചായിരിക്കും ഗൈസ്. സോ ഞങ്ങൾ രാവിലെ തന്നെ ഒരു 7 മണിക്ക് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് കുറച്ച് ദൂരമാണ് നിപ്മെഡ്. അങ്ങനെ ബസ്സിൽ കയറി നെക്സ്റ്റ് ബസ്സിൽ പോകണം, 2 ബസ്സിൽ പോകണം. ഒരു മീറ്റിംഗ് പോയിന്റ് വെച്ച് സീനിയേഴ്സും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. സോ ഞാൻ ഫസ്റ്റ് നിപ്മെഡിനെ കുറിച്ച് പറയാം. നിപ്മെഡിൻ്റെ അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് അതിന് അത്രയും ഫെസിലിറ്റീസ് അവരെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അറിയുന്നത്. സോ നിപ്മെഡ് എന്താണെന്ന് വെച്ചാൽ നിറയെ പേർക്ക് അറിയായിരിക്കും, നിറയെ പേർക്ക് അറിയാതെ ഉണ്ടാവും. സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് മൾട്ടിപ്പിൾ ഡിസേബിലിറ്റീസ് എന്നാണ്. സോ അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസും പ്രത്യേകിച്ച് ഒന്നിലധികം ഡിസേബിലിറ്റീസ് ഉള്ള പീപ്പിൾസിനും വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ. അതിൻ്റെ മെയിൻ ബ്രാഞ്ച് വരുന്നത് ചെന്നൈയിലാണ്. അവിടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മെറീന ബീച്ചിൻ്റെ സൈഡാണ് കേട്ടോ. സോ ഞങ്ങൾ ബസ്സിൽ കയറി. ഈ ബസ് ഡയറക്റ്റ് ബസ്സാണ്. സോ അതായത് നിപ്മെഡ് റീച്ചായി. അതായത് അവിടെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒരു കുടക്കീഴിലാണ്. എന്ത് ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡിസേബിലിറ്റീസ് ആണെങ്കിലും അത് ഏർലി ഇൻ്റർവെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തെറാപ്പീസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പീസ്, ഓക്യുപ്പേഷണൽ തെറാപ്പീസ്, സ്പീച്ച് തെറാപ്പീസ്, ഹിയറിംഗ് എയ്ഡ്സ്, അങ്ങനെയുള്ള പല തെറാപ്പീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഞങ്ങൾക്ക് പോയ ഉടനെ തന്നെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരുന്നു നിപ്മെഡിനെ പറ്റിയിട്ട്. സോ ഞങ്ങൾ MPhil ക്ലിനിക്കൽ സൈക്കോളജി ഒരു ക്ലാസ്സിൽ ഇരുത്തി കുറച്ച് സമയം. അപ്പോൾ അവിടെ നിങ്ങളിങ്ങനെ കുറച്ച് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. ആൻഡ് ഞങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് തരും അവിടുന്ന്. ആൻഡ് ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീസാണ്. അവിടുന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും പോയി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിന് ശേഷം ഞങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അവർ എക്സ്പ്ലനേഷൻ തരുന്നുണ്ടായിരുന്നു. സോ അവിടെ എന്താണെന്ന് വെച്ചാൽ ഫീസ് എന്ന് വെച്ചാൽ 215 അധികം ആവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും സർവീസസ് ഉണ്ട്. ആൻഡ് അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എല്ലാ ഫെസിലിറ്റീസും ഒരു കൊടുക്കൽ. ഇതൊരു ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ കാലിനൊക്കെ നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നിറയെ എക്യുപ്മെൻറ്റ്സ്, എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ് ഉണ്ട് അവിടെ. അതുപോലെ കുറേ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് കോട്ടേജ് സർവീസസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇത് സ്റ്റുഡൻസിന്, കുട്ടികൾക്ക്, നല്ല ചെറിയ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് 3 ദിവസം ജനിച്ചിട്ട് 3 ദിവസം മുതലുള്ള കുട്ടികൾ മുതൽ ആൻഡ് എത്ര ഏജ് ലിമിറ്റ് ഇല്ലാണ്ട് അവിടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏർലി ഇൻ്റർവെൻഷനാണ്. നിങ്ങൾക്ക് ചെറിയ മക്കൾക്ക് കൂടി ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഇഷ്യൂസ്, ഡിസേബിലിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ നിറയെ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BEd, MPhils ഒക്കെ. അങ്ങനെ ഞങ്ങളിത് അതിനിടയിൽ ഫുഡൊക്കെ കഴിക്കാൻ പോയി തിരിച്ചു വന്നു. ആൻഡ് ഞങ്ങൾ റിട്ടേൺ വന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം ഭയങ്കര ടയർഡാണ് കേട്ടോ. രാവിലെ തന്നെ 7 മണിക്ക് ഇറങ്ങിയാണല്ലോ, ട്രാവൽ ചെയ്ത് പോയതാണ്. ആൻഡ് വരുമ്പോൾ ട്രെയിനിലാണ് വന്നത്. സോ അതാണ് നിങ്ങൾ കണ്ട ട്രെയിൻ വന്നു. ഞങ്ങളിങ്ങനെ ട്രെയിനിലേക്ക് കയറി. ട്രെയിനിൽ കുറച്ച് റഷായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫീൽഡ് വിസിറ്റ് ഇവിടെ